I now invite Sri K.M. Shaji, Minister Designate, to take the oath of office and oath of office. മുസ്ലിം ലീഗിന്റെ ക്രൗഡ് പുള്ളർമാർ എന്നതിൽ ഒരാൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന KM ഷാജി ലീഗിന്റെ യുവാക്കളുടെ മുഖം. തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ ആണ് KM ഷാജി ലീഗുകാർക്ക് പ്രിയങ്കരനാകുന്നത്. പലപ്പോഴും വിവാദ പ്രസ്താവനകളും വിവാദ പ്രസംഗങ്ങളും നടത്തുന്ന KM ഷാജി ഇത്തവണ മുസ്ലിം ലീഗിന്റെ നോമിനിയായി മന്ത്രിസഭയിലേക്ക് KM ഷാജി എത്തുകയാണ്. KM ഷാജി KM ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ KM ഷാജി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. KM ഷാജി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാകുന്നു. മുസ്ലിം ലീഗിൽ നിന്നുള്ള മറ്റൊരു മന്ത്രി കൂടി നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോഴിതാ KM ഷാജി, ഇനി ഒരാൾ കൂടി ലീഗിൽ നിന്ന്, 2 പേർ കൂടി ലീഗിൽ നിന്ന്, അതിൽ അബ്ദുൽ ഗഫൂർ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. PK ബഷീർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. 2011 അഴീക്കോട് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ച് കയറിയത്. പിന്നീട് 2016 അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടുകയും വിജയിക്കുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീപ്പൊരി പ്രസംഗങ്ങൾ, വിവാദ പ്രസ്താവനകളൊക്കെ ചിലപ്പോഴെങ്കിലും ഷാജിയെ വെട്ടിലാക്കിയിട്ടുമുണ്ട് എന്നതാണ്. 2016 തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണം നടത്തി എന്ന പരാതിയെ തുടർന്ന് ഹൈക്കോടതി ഷാജിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ അസാധുവാക്കിയിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ പോയി ഈ വിധി സ്റ്റേ നേടുകയും ചെയ്തു എന്നതാണ്. 2021 അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും പക്ഷേ പരാജയപ്പെടുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും വിജയിച്ചു കയറി വേങ്ങരയിൽ നിന്ന് KM ഷാജി വിജയിച്ചു കയറുകയും അങ്ങനെ മന്ത്രിപദത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.